അതിശക്തനായ ഒരു പ്രവാചകനാണ് ഏലിയാവ്. എന്നാൽ എലിയ പ്രവാചകൻ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ദൈവം പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ അടുത്ത പ്രവാചകനായി നിയമിക്കണമെന്ന് പറഞ്ഞ എലീശയുമായി കണ്ടുമുട്ടുകയാണ്. എലീശയുമായി കണ്ടുമുട്ടി എലീശയുടെ മേൽ തൻ്റെ പുതപ്പ് ഇടുകയാണ്. ആ പുതപ്പിടുകയും എലീശയോട് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കാം. അപ്പോൾ മുതൽ എലീശ എന്ന വ്യക്തി ഏലിയ പ്രവാചകന്റെ ഒരു ശിഷ്യനായി മാറുകയാണ്. ഈ ശിഷ്യൻ തൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഏലിയാവ് എന്ന പ്രവാചകന് തൻ്റെ കൈകളിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ശുശ്രൂഷ. ഏലിയാവിനോട് കൂടെ സഞ്ചരിക്കുന്നു, ഏലിയാവിൻ്റെ ശുശ്രൂഷകൾ കാണുന്നു, ഏലിയാവിൽ നിന്ന് ചിലത് പഠിക്കുന്നു. എന്നാൽ ഏലിയാവിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെയെല്ലാം താൻ റിസീവ് ചെയ്യുമ്പോൾ തന്നെ എലീശ ഏലിയാവിന് ചെയ്തു കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ്. എലീശയ്ക്ക് വേണമെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാം, അവിടെ ഇരുന്ന് തനിക്ക് ലഭിക്കുന്ന ആ ആത്മനിയോഗങ്ങളും ആ ശുശ്രൂഷകളും ആ കാര്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് തനിക്ക് വേണമെങ്കിൽ ഇരിക്കാം. നമ്മൾ ദൈവസഭയിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടതെല്ലാം ദൈവം തൻ്റെ അഭിഷക്തന്മാരിൽ കൂടെ നൽകി തരുന്നുണ്ട്. ആമേൻ. ദൈവശബ്ദങ്ങൾ തരുന്നു, പ്രവചന ശബ്ദങ്ങൾ നൽകുന്നു, വാഗ്ദത്തങ്ങൾ നൽകുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയുള്ള ആലോചനകൾ കൈമാറുന്നു, നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ കർത്താവ് നോക്കുന്നത് ഏലിയാവിൻ്റെ കൂടെ അനേകം പേരുണ്ടെങ്കിലും അതിനകത്ത് ഒരു വ്യക്തി ചെയ്യുന്നത് പോയിന്റ് ചെയ്യുകയാണ്. അത് എലീശ ചെയ്യുന്ന കാര്യമാണ്. എലീശ ചെയ്യുന്നത് തൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ദൈവം നമുക്ക് വിശ്വസ്തനായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ നിങ്ങൾക്ക് വിശ്വസ്തരായിരിക്കുമ്പോൾ തന്നെ, നിങ്ങൾ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്കും ദൈവത്തിനും എത്രത്തോളം വിശ്വസ്തരാണെന്ന് ദൈവം നോക്കുന്നുണ്ട്. ഒരു ചർച്ചിൽ വരുന്നു എന്നുള്ളതല്ല, ഒരു ചർച്ചിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതല്ല, ഒരു ചർച്ചിൽ ഒരു ആരാധനയ്ക്ക് പങ്കെടുക്കുന്നു എന്നുള്ളതല്ല. അതിനപ്പുറം ദൈവത്തിനായിട്ടും ദൈവം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്കുമായിട്ട് നമ്മിൽ നിന്ന് എന്ത് മിനിസ്ട്രിയാണ് നമ്മൾ ചെയ്യുന്നത്, ഇത് സ്വർഗം നോക്കുന്ന കാര്യമാണ്. എലീശയ്ക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവമാണ് പറഞ്ഞത്, ഏലിയാവേ, നിനക്ക് പകരമായി അടുത്ത പ്രവാചകനായി എലീശയെ നിയമിക്കണം. ആമേൻ. ഇത് ഏലിയാവിൻ്റെ നിയോഗമല്ല, ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ്. ദൈവമാണ് എലീശയെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുത്തത്, ഏലിയാവല്ല. ഏലിയാവിൽ കൂടെ എലീശയെ ദൈവമാണ് തെരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോളിങ്, ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എലീശയുടെ മേൽ കിടപ്പുണ്ട്. പക്ഷേ എലീശ ഇത് അറിഞ്ഞെങ്കിലും എലീശ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം തനിക്ക് വേണ്ടി അയച്ച് തൻ്റെ മേൽ പുതപ്പിട്ട ഏലിയാവിനു വേണ്ടി മിനിസ്റ്റർ ചെയ്യുകയാണ്. നമ്മൾ എപ്പോഴും പറയും, ദൈവമാണ് എന്നെ വിളിച്ചത്, ദൈവത്തിൻ്റെ കോളിംഗ് ആണ് എൻ്റെ മേൽ കിടക്കുന്നത്, ദൈവമാണ് എന്നോട് ഇത് പറഞ്ഞത്, ദൈവമാണ് എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞത്, ദൈവമാണ് എൻ്റെ മേൽ ഇതിട്ടിരിക്കുന്നത്. പക്ഷെ ദൈവം അങ്ങനെ ഒരു കോളിംഗ് നിങ്ങളുടെ മേൽ ഇടുമ്പോൾ ദൈവം അതിനുവേണ്ടി ഉപയോഗിച്ച ദൈവത്തിൻ്റെ അഭിഷക്തന്മാരുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെയാണ് എന്ന് സ്വർഗം നോക്കും. അതിനായിട്ട് ഉപയോഗിച്ച ദൈവത്തിൻ്റെ സഭയുടെ മുമ്പാകെ നിങ്ങൾ എങ്ങനെയാണെന്ന് ദൈവം നോക്കും. ദൈവത്തിൻ്റെ കോളിംഗ് നിന്റെ മേലുണ്ട്, സത്യമാ. ദൈവം നിന്നെ അടുത്ത പ്രവാചകനായി അപ്പോയിന്റ് ചെയ്യും, ശരിയാ. ദൈവം നിന്നെ അടുത്ത തലങ്ങളിൽ ഉപയോഗിക്കും, ശരിയാ. നിന്റെ മേൽ വലിയ പ്രവചന ശബ്ദം കിടപ്പുണ്ട്, ശരിയാ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നീ ആ തലത്തിലേക്ക് എത്തുന്നതിന് മുന്നമേ നിന്റെ കോളിങ്ങിനകത്തേക്ക്, നിന്നെ വിളിച്ചിരിക്കുന്ന പദ്ധതികളിലേക്ക് നിനക്ക് യഥാർത്ഥമായി പ്രവേശിക്കണമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആത്മീക അതോറിറ്റിയുടെ കീഴിൽ നീ വിശ്വസ്തയോടെ ആയിരുന്നാൽ മാത്രമേ നിനക്കതിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ.